ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസ്ട്രേലിയൻ സഫാരി. അപ്പം ഞങ്ങൾ ഇന്നൊരു ഷോർട്ട് ട്രിപ്പ് പോവുക. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ടൗൺസിലും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സിഡ്നിക്കാണ്. ഒരു 1.5 ദിവസം. അപ്പം നമ്മൾ സിഡ്നിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക, നിങ്ങളെ കൂടെ കാണിക്കുക. ഓക്കെ, ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളൊരു കോഫി കുടിക്കാൻ പോവാ. രാവിലെ പ്രിയ കോഫി ഓർഡർ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ബോർഡിങ്ങിന് ടൈമായി. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. നമുക്ക് കിട്ടിയ സീറ്റ് നമ്പർ 19 അപ്പം 19 തൊട്ട് മുകളിലോട്ടുള്ള ബാക്കി നമ്പറുകളെല്ലാം നമ്മളിതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി പുറത്തൂടെ ഇറങ്ങി കയറണം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പ്രിയ ബാക്കിൽ കൂടെയാണ് കയറുന്നത്. അപ്പം സിഡ്നിയിലോട്ട് പോകാൻ ഫ്ലൈറ്റേ കയറി. ഇനി അങ്ങോട്ടങ്ങ് പോവാം. അപ്പം നമ്മൾ സിഡ്നി എയർപോർട്ടിലെത്തി. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ടാക്സി നമ്മുടെ ചൈനക്കാരൻ ചേട്ടന് ഇവിടെ റെഡിയായിട്ട് ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഹോട്ടലിലോട്ട് പോവാണ്. ഹോട്ടലിലോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു 15 മിനിറ്റ് വേണം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞ് എന്നാൽ സമയം കളയണ്ടായല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് കറങ്ങാൻ ഇറങ്ങി. ഇതാണ് സിഡ്നിയുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒപ്പറ ഹൗസ്. അടിപൊളിയാണ് കാണാൻ കേട്ടോ. വലിയ ചൂടില്ല, ടൗൺസിലെ അപേക്ഷിച്ച് വലിയ ചൂടില്ല. നല്ല വെതർ. നമുക്കിതിൻ്റെ ഉള്ളിൽ ഫുൾ ചുറ്റിക്കറങ്ങാൻ പറ്റും. അതുപോലെ ഗൈഡഡ് ടൂർസും ഉണ്ട് ഇതിനുള്ളിലേക്ക്. ഇതിലൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ കാശ് കൊടുത്തിട്ട് എന്തിനാ BP കൂട്ടുന്നതെന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഫൺ റൈഡ്. ഇതാണ് സിഡ്നിയുടെ ഫേമസ് ആയിട്ടുള്ള സിഡ്നി ഹാർബർ ബ്രിഡ്ജ്. നമ്മൾ വേൾഡ് സ്ക്വയറിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പം നല്ല മാങ്ങ കണ്ടു. അപ്പോൾ സിഡ്നിയിലെ മാങ്ങയും ക്യൂൻസ്ലൻഡിലെ മാങ്ങയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അറിയണമല്ലോ. കാണാനൊക്കെ അടിപൊളി. അപ്പം നമ്മൾ ഓർത്തു അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ 2 മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് കേട്ടോ. സീ ലൈഫ് അക്വേറിയം രാവിലെ 10 തൊട്ട് 5 മണി വരെയാണ് ഓപ്പണിംഗ് ടൈം. അടിപൊളിയാണ് അതിനകത്ത്. നമ്മൾ സിഡ്നിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ.
കാരണം അത്രയതിന് നമുക്ക് ടൈമുള്ളൂ. അതായത് നമ്മൾ താമസിക്കുന്ന ഈ സറൗണ്ടിങ്സ് മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഡാർലിംഗ് ഹാർബർ ബ്രിഡ്ജ്. ഇത് നമ്മൾ ഈ നേരെ ഓപ്പോസിറ്റ് കാണുന്ന, അതായത് ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇതാണ് ദി സ്റ്റാർ. ഇതൊരു ലക്ഷറിയസ് ഹോട്ടലാണ്. ക്യാസിനോ ഉണ്ട്. അപ്പോൾ ബിൻചാച്ചനൊരാഗ്രഹം ക്യാസിനോ ഒന്ന് കയറി കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ വെറുതെ ഒന്ന് കറങ്ങി ക്യാസിനോ ഒക്കെ ഒന്ന് കാണാം. ഗെയിം കളിക്കാനൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്ത് വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മളകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല. അടിപൊളി ആംബിയറാണ്. അപ്പം ഇന്നത്തെ കറക്കമൊക്കെ തൽക്കാലം ഒന്ന് നിർത്തി നമ്മൾ ഹോട്ടലിലോട്ട് തിരിച്ചു പോവുകയാണ്. പ്രിയ ഇന്ന് കുറച്ച് മാങ്ങ മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഹോട്ടലിൽ താമസിച്ച് അവിടെ കത്തിയില്ല. അപ്പോൾ അവിടെ നിന്ന് കത്തിയെല്ലാം മേടിച്ചുകൊണ്ട് വന്നേക്കുക. ഇനിയിപ്പം മാങ്ങ ചെത്താൻ പോവാവുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മാങ്ങയുടെ ടേസ്റ്റ് അറിയണ്ടേ. പിന്നെ ഇങ്ങനെ ചെത്തുന്നത് ഓസ്ട്രേലിയൻ സ്റ്റൈലാണെന്ന് വിചാരിക്കേണ്ട. കത്തിക്ക് വലിയ മൂർച്ചയില്ലാത്തതുകൊണ്ട് ചെത്തുന്നതാണ്. ടേസ്റ്റ് സെയിം ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത് വന്നാൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ഓസ്ട്രേലിയൻ നാഷണൽ മറിടൈം മ്യൂസിയമാണ്. അപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അതിലേക്ക് ഒന്ന് കറങ്ങി ഈ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കണ്ട് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിഡ്നിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നമ്മൾ താമസിക്കുന്ന ഡാർലിംഗ് ഹാർബറിൻ്റെ ആ ഒരു ഏരിയ മാത്രമാണിത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അപ്പം സിഡ്നിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.